പരിശുദ്ധമാസത്തിൻ്റെ ആദ്യം തന്നെയായി സ്വർഗത്തിനുള്ള അബ്വാബുകൾ തുറക്കുന്നതായി. ജഹന്നമിൻ്റെ അബ്വാബുകൾ അടക്കപ്പെടും. ശൈത്വാന ശൃംഖല കൊണ്ട് പൂട്ടിയിടപ്പെടും. 60 പരം പേരുകൾ ഉണ്ടെന്ന് അത്തല്ലഖാനിയും വ്യക്തമായി പറയുന്നു. ഷഹറുള്ള ഷഹറുൽ ഉമ്മത്തി ഷഹറുൽ ഖിയാം. ഇതുപോലെ മറ്റൊരു നാമമാ ഷഹറുസ്സിയാം. വലിയത്തിൽ നീ നോക്ക് 1-ാം ഭാഗമിൽ കാണുന്നതാണതിനുള്ള 7-ാം പേജതിൽ. റമളാന്റെ നോമ്പനുഷ്ഠിച്ചു നല്ലൊരു രീതിയിൽ പൊറുക്കപ്പെടും അവൻ ചെയ്തതും മുൻകാലമിൽ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അബൂ ഹുറൈറയിൽ നിന്നു റിപ്പോർട്ടുള്ളതാ. ഒരു കാരണം കൂടാതെ റമളാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ. ഒരു വർഷ നോമ്പനുഷ്ഠിച്ചതിനു പകരമായി അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തുർമുദിയിലും ഇത് നോക്കിയാൽ കാണുന്നതാ. വസ്സൗമുലി എന്നാണ് റബ്ബ് പറഞ്ഞത്. അതു തന്നെ മതി എന്തു ശ്രേഷ്ഠതയാണത്. റമളാന്റെ എല്ലാ രാവിലും ഇത്ഖുള്ളതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. റബ്ബോടൊരാൾ ചോദിച്ചു റമളാൻ മാസമിൽ, എന്നാൽ അവൻ മടങ്ങേണ്ടതില്ല നിരാശയിൽ. ഇത് ഇബ്നു ഉമറിൽ നിന്നു റിപ്പോർട്ടുള്ളതാ. തബ്റാനി ബൈഹഖി 2 പേരും ഒത്തതാ. നോമ്പുള്ളവൻ്റെ ഉറക്കം ഇബാദത്താണ്. മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമളാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫർളിൻ്റെ ഫലമാ പൊന്നെ. ഫർളൊന്നു ചെയ്താൽ മറ്റു മാസമിൽ 70 ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. ഏറ്റുന്നതാണെന്നുണ്ട് റിസ്ഖാ മാസമിൽ. പൊറുക്കപ്പെടും നീ നോമ്പ് മുറിപ്പിക്കുന്നതിൽ. നോമ്പിൻ്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ പരിമണം വീശുന്ന്. കസ്തൂരിയേക്കാൾ അത്യബാവണവയ്ക്കുള്ളത് എന്നും ഹദീസിൽ തന്നെയാ പറയുന്നത്. നിരത്തപ്പെടും അവർക്കൊക്കെയും തീന്മേശകൾ. കൂടാതെ നൽകുന്നുണ്ടവർ കിബിരിക്കുകൾ. പറയപ്പെടും അവരോട് നിങ്ങൾ തിന്നുവീൻ. വിശക്കണ്ടതാഹിക്കേണ്ടതില്ല കുടിക്കുവീൻ. പരിശുദ്ധ മാസം നാസ് വയറു നിറച്ചതാ. നിങ്ങൾ വിശപ്പ് സഹിച്ച് നോമ്പ് പിടിച്ചതാ. അവരൊക്കെ ഇന്ന് വിശപ്പിനാൽ കരയുന്നതാ. ദാഹിച്ചു തൊണ്ട വരണ്ടതായി പൊരിയുന്നതാ. ക്ലേശങ്ങളൊന്നും ഇന്ന് നിങ്ങൾക്കില്ല. വിശ്രമിക്കുവിൻ നിങ്ങൾക്കൊരല്ലലുമില്ല. അപ്പോൾ അവർ തിന്നും കുടിച്ചും കൊണ്ട് സുഖിക്കുന്നതാണെന്നും ഹദീസിൽ ഉണ്ട്. മറ്റുള്ളവർക്കൊല്ലും ഹിസാബിൽ പെട്ടതാ. ദാഹം വിശപ്പും കൊണ്ടവർ കരയുന്നതാ. രക്ഷിക്കണേ നീ അന്ന് യാ റഹ്മാനേ. അതിനുള്ള വഴികൾ ഇന്നു നീ താക്കോനേ. റമളാന്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ. അത് ഇബ്നു മസ്ഊദാൽ റിവായത്തുള്ളതാ. അർശിൻ്റെ കീഴിൽ നിന്ന് റമളാന്റെ അവ്വലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന് ഹദീസതിൽ.
സ്വർഗത്തിലിലകൾ മുഴുവനും ചലിക്കുന്നതാ. ഹൂറുൽ ഹിസാനതു കണ്ടുടൻ പറയുന്നതാ, യാ റബ്ബന നീ നോമ്പുകാരിൽ നിന്നു ഇണ നൽകണേ ഞങ്ങൾക്കിതിൽ എന്നെന്നും. പെരുന്നാള് റമദാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിൻ്റെ മുന്നിൽ വീഴുമെന്ന് സുജൂദത്തിൽ പറയും ഇലാഹദിനോട് ആരോ നിന്നുടെ ഹക്കൊക്കെയും പാലിച്ചു. എന്നാൽ അവരുടെ കൈ നീ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന്. തേടിപ്പിടിച്ചൂടൻ തന്നെ മുന്നിൽ വന്ന് ചോദിക്കുമപ്പോൾ റബ്ബ് റമളാനോട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട്. തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ, കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ. ഫിർദൗസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ, ഹൂറുൽ ഹിസാനെയും 1000 നീ നൽകണേ. നബിയുടെ ജവാറിലും അവനെ നീയാക്കേണ്ടതാ. ഇവയൊക്കെ വഴിപോൽ ഹദീസിൽ വന്നതാ. ശംസും ഖമർ നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദുആയിരക്കും നിത്യവും. റൂഹുള്ളതായി ഈ ഭൂമിയിൽ വസിക്കുന്ന കൊല്ലും ദുആ ചെയ്യും പിശാചില്ലെന്ന. ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്നാലെന്ന് 1 വർഷമുള്ള ഇബാദത്താ ഖദമിന്ന്. അർശിൻ്റെ തണലവനുണ്ട് നബിയോടൊപ്പമായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി. ജമാഅത്തായി നീ നിസ്കരിച്ച മാസമിൽ 1 റക്അത്തിനൊരു രാജ്യമാണേ സ്വർഗമിൽ.